ഇനി മുതൽ ഇറ്റലിയിൽ നിന്നും വിദേശത്തേക്ക് അയക്കുന്ന പണത്തിന് 1.5% ടാക്സ് ഏർപ്പെടുത്തി. ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്ന നിയമത്തിൽ യൂറോപ്യൻ യൂണിയനുകളിലെ രാജ്യങ്ങളിലേക്കുള്ള മണി ട്രാൻസ്ഫറിന് മാത്രം നികുതി കൊടുക്കേണ്ടതില്ല. നിലവിൽ അടയ്ക്കേണ്ടി വരുന്നത് വരുമാന നികുതിക്കും മണി എക്സ്ചേഞ്ച് ഫീസിനും പുറമെയാണിത്. ഇതോടെ ബാങ്കിംഗ് ചാർജിന് പുറമെ 1.5% ടാക്സിന്റെ അധിക ബാധ്യത കൂടി പ്രവാസികൾക്കു വരും. ഇറ്റലിയിൽ അധികാരത്തിലുള്ള 5 സ്റ്റാർ മുന്നണിയുടെ കുടിയേറ്റ നിലപാടുകളുടെ ഭാഗമായാണ് നികുതി. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുള്ള ഇറ്റലിയിൽ നിന്നും വിദേശത്തേക്ക് ഒഴുകുന്ന പണത്തിന് ടാക്സ് ഏർപ്പെടുത്തുന്നത് വഴി 60 മില്യൺ യൂറോയുടെ അധിക വരുമാനമാണ് ഇറ്റാലിയൻ ധനകാര്യ വകുപ്പ് കണക്കുകൂട്ടുന്നത്. അതേസമയം നേരായ മാർഗത്തിലൂടെ വിദേശത്തേക്ക് പണമിടപാടുകൾ നടത്തിയവർ ടാക്സ് ലാഭിക്കാൻ ഇനി മറ്റു മാർഗങ്ങൾ കണ്ടെത്തുമോ എന്നുള്ള ആശങ്കയും ഭരണകൂടത്തിനുണ്ട്. വിദേശികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി ഏർപ്പെടുത്തിയില്ലെന്ന് സൗദി ധനമന്ത്രാലയം കഴിഞ്ഞ സെപ്റ്റംബറിൽ വ്യക്തമാക്കിയിരുന്നു. വിദേശികളുടെ പണമയക്കൽ ഉൾപ്പെടെ നിയമവിധേയ മാർഗങ്ങളിലൂടെയുള്ള ഒരു ധനവിനിമയത്തിനും പുതുതായി ഒരു നികുതിയും ചുമത്തില്ല എന്ന തീരുമാനമാണ് നിലവിലുള്ളത്. രാജ്യത്തിന്റെ സാമ്പത്തിക സംവിധാനങ്ങളിൽ വിദേശ നിക്ഷേപകർക്ക് വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനാണ് ശ്രമിക്കുന്നത്. വിദേശ നിക്ഷേപം ആകർഷിക്കുക എന്നതാണ് വിഷൻ 2030 നയപരിപാടികളിൽ പ്രധാനം. പണമയക്കലിന് നികുതി ഏർപ്പെടുത്തുമെന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രാലയം പ്രസ്താവിച്ചു. 2017 ജനുവരിയിലും ഇതു സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറ്റലി സ്വീകരിച്ചിരിക്കുന്ന മാർഗം യൂറോപ്പിലെയും അമേരിക്കയിലെയും മറ്റു രാജ്യങ്ങൾ കൂടി പിന്തുടരാൻ ശ്രമിച്ചാൽ അത് പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാകും. ഇത്തരത്തിൽ നിയമം വരികയാണെങ്കിൽ ലക്ഷങ്ങളായിരിക്കും പ്രവാസികൾ വഴി വിവിധ രാജ്യങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുക. ഗൾഫ് മേഖലകളിലെ ഒരു രാജ്യങ്ങളും നിലവിൽ ഈ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എങ്കിലും യൂറോപ്പിലെ ഇറ്റാലിയൻ മാതൃക പിന്തുടർന്നാൽ ഇത് വലിയ തിരിച്ചടിയാകും. ഓസ്ട്രേലിയ, അമേരിക്ക, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ പ്രവാസികളും ഇൻകം ടാക്സ് അടയ്ക്കണം. അതിനു പുറമെയാണ് ഇപ്പോൾ ഇറ്റലിയിൽ പണമയക്കുന്നതിന് നികുതി ഏർപ്പെടുത്തുന്നത്. 4.48 ലക്ഷം കോടി ഇന്ത്യൻ രൂപ രാജ്യത്തിന്റെ വിദേശ നാണ്യശേഖരത്തിൽ കഴിഞ്ഞ വർഷം എത്തി. സാമ്പത്തിക വർഷത്തെ റവന്യൂ വരുമാനത്തിന്റെ 25%. 2014 വരെ വിദേശ ഇന്ത്യക്കാരിൽ നിന്നുള്ള വരുമാനം ഓരോ വർഷവും കൂടി വന്നു. തുടർന്നുള്ള 2 വർഷം വൻ ഇടിവുണ്ടായി. കഴിഞ്ഞ വർഷം തുകയിൽ വീണ്ടും ഉണർവുണ്ടായി. 2014 ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത് $70.39 ബില്യൺ. എന്നാൽ ഇപ്പോൾ രൂപയുടെ മൂല്യം ഇടിഞ്ഞതിനാൽ ഇന്ത്യൻ രൂപയിൽ കഴിഞ്ഞ വർഷം ലഭിച്ചതാണ് ഏറ്റവും വലിയ തുക. 2014 ഡോളറിന്റെ ശരാശരി വിനിമയ നിരക്ക് 61 രൂപയായിരുന്നു. ഇപ്പോൾ വിനിമയ നിരക്ക് 65 രൂപയ്ക്ക് മുകളിലാണ്. ഇപ്പോൾ വിദേശത്ത് നികുതി ഉൾപ്പെടുത്തിയ ഇറ്റാലിയൻ മാതൃക പരിശോധിച്ചാൽ തന്നെ അത് പണം അയക്കുന്ന മദർ കൺട്രിക്ക് കാര്യമായി ലാഭത്തിന് പകരം നഷ്ടം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. അധിക ബാധ്യത കൂടി പ്രവാസികൾക്കു വരും. ഇറ്റലിയിൽ അധികാരത്തിലുള്ള 5 സ്റ്റാർ മുന്നണിയുടെ കുടിയേറ്റ നിലപാടുകളുടെ ഭാഗമായാണ് നികുതി. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുള്ള ഇറ്റലിയിൽ നിന്നും വിദേശത്തേക്ക് ഒഴുകുന്ന പണത്തിന് ടാക്സ് ഏർപ്പെടുത്തുന്നത് വഴി 60 മില്യൺ യൂറോയുടെ അധിക വരുമാനമാണ് ഇറ്റാലിയൻ ധനകാര്യ വകുപ്പ് കണക്കുകൂട്ടുന്നത്. അതേസമയം നേരായ മാർഗത്തിലൂടെ വിദേശത്തേക്ക് പണമിടപാടുകൾ നടത്തിയവർ ടാക്സ് ലാഭിക്കാൻ ഇനി മറ്റു മാർഗങ്ങൾ കണ്ടെത്തുമോ എന്നുള്ള ആശങ്കയും ഭരണകൂടത്തിനുണ്ട്.